ദാ ഈ ഒരു വീഡിയോയുടെ ബാക്കിലിരിക്കുന്ന വ്യക്തിയാണോ ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവന്ന പെർഫ്യൂമിന്റെ മണം കഴിഞ്ഞോ, ദാസാട്ടന്റെ മണം അടിച്ചോ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പെർഫ്യൂം, ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവന്ന പെർഫ്യൂം അതൊരിക്കലും ഗൈസ് ബോഡിക്ക് അടിച്ച് നടക്കുന്ന, നമ്മൾ നോർമലായിട്ട് കൊണ്ട് നടക്കുന്ന പെർഫ്യൂം അല്ല. ഒരാളുടെ വേർപ്പിന്റെ ഒരു പെർഫ്യൂമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ മണം അല്ലെങ്കിൽ അയാളുടെ വേർപ്പിന്റെ മണം നമ്മൾക്ക് അയാളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മണക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ് ആ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് ബാക്കിൽ ഇരുന്നിട്ടാണോ ഈ ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസറും ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി ഇതിന് പറയുന്നത് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ അതിന് മീഡിയക്കാരാണ് ശരി കുറെ കമന്റ്സ് ഇടുന്ന ആൾക്കാരൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിക്ക് ആക്കി. ഒരിക്കലും ആ പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കുന്ന പെർഫ്യൂം അല്ല. കാരണം നമ്മുടെ വയർപ്പിന്റെ മണം നമ്മൾ അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്ക് ഡിസ്റ്റർബ് ആവില്ലേ. അപ്പോൾ സോ ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും ആ ചേച്ചി ആ ലക്ഷ്മി നക്ഷത്രം തന്ന പെർഫ്യൂമിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ആ സുചേട്ടന്റെ ആ മണത്തിന് കുറ്റം പറയുക ഒന്നും ചെയ്തിട്ടില്ല. അതിന് തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കാര്യം ഒന്ന് പറയുന്നത്. പക്ഷെ അത് കുറെ ആൾക്കാർ വളച്ചൊടിച്ച് മീഡിയക്കാരാണെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് നടക്കും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എസ്മയിൽ അഭിനയിക്കുന്നുണ്ടോ, ഷൈൻ്റെ ഒപ്പം അഭിനയിക്കുമോ, സാധനം അടിക്കുമോ, പിന്നെ എന്തൊക്കെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനടക്കം എന്തൊക്കെ, കാരണം ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇതാണ് ആ ചേച്ചിക്ക് വെറുപ്പ് വരാനുള്ള കുറെ കാര്യം തോന്നും. ഒരിക്കലും അങ്ങനെയല്ല. ഈ പെർഫ്യൂമിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ.